ഇക്കുറിയും ഒരു ഇലക്ഷന്റെ കാലത്തിലൂടെ തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം കടന്നു പോകുന്നത്. ഇപ്പോൾ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തേര് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വീതിയിലൂടെ, അഗ്രഹാര വീതിയിലൂടെ ഉരുണ്ട് പോകും. പക്ഷേ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയമൊന്നും പൂർത്തിയാകാത്തതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഇലക്ഷൻ ചൂട് ഈ ഒരു കൽപ്പാത്തി തേരിനായിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിലും നമ്മൾ ഇന്നലെയൊക്കെ കണ്ടപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പാലക്കാട് MLA ഒക്കെ തന്നെ സജീവമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പല ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലരും ഈ കൽപ്പാത്തിയിൽ താമസിക്കുന്ന, അതോടൊപ്പം തന്നെ പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ എത്തി ഇത്തരത്തിൽ കൽപ്പാത്തി തേരിന് ഒരു ആഘോഷമായി എത്തിയിട്ടുണ്ട്. എന്താണ്, എവിടെയാണ് സ്ഥലം? ഇവിടെ തന്നെയാണോ? ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാ. ഇപ്പൊ ബാംഗ്ലൂർ സെറ്റിലാണ്. പക്ഷെ എല്ലാ വർഷവും വരും തേര് കാണാനായിട്ട്. നിങ്ങൾക്കൊരു ഓരോ തവണയും ഓരോ തേര് മറക്കാനാവാത്ത അനുഭവമാണ്. നമ്മള് കുട്ടിക്കാലം തൊട്ട് കണ്ടുകൊണ്ട് ആ സമയമാകുമ്പോൾ വരാനുള്ള ഒരു ഓട്ടോമാറ്റിക് ക്രേസാണ്. തേര് കൊടിയേറ്റിയ അന്ന് തന്നെ മാക്സിമം ഒരു 2-3 ദിവസത്തിലെത്തും. നാളെ കഴിഞ്ഞ് മടക്കുള്ളൂ, ആഴ്ച തിരിച്ചു പോകും. എല്ലാ തവണയും തേരിലെത്തും. എല്ലാ തവണയും ദൈവാനുഗ്രഹത്തിൽ എത്താറുണ്ട്. ഞങ്ങളെല്ലാരും അങ്ങനെ. ഞാൻ ചെന്നൈയിൽ ഈ ഒരു തേര് സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊരു റീയൂണിയൻ കൂടിയാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും. എന്റെ സിസ്റ്ററാണിത്, ഇതെന്റെ കസിനാണ്. എല്ലാരും കൂടെ ഞങ്ങള് മാമൻ എല്ലാരും വീട്ടിലെല്ലാരും കൂടെ ഭയങ്കര നമ്മളെ റിലേറ്റീവ്സ്, സുഹൃത്തുക്കളെയൊക്കെ കൂടെ കാണാൻ പറ്റും. നമ്മുടെ സ്റ്റൈല് പോലത്തെ വാട്സപ്പും അതൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ ഈ സമയത്ത് സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും റീയൂണിയനാണ് നമുക്ക്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റീയൂണിയൻ കൂടിയാണ്. കാരണം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പഴയകാല സുഹൃത്തുക്കളെയും അങ്ങനെ എല്ലാവരെയും കാണാൻ കഴിയുന്ന ഒരു അനുഭവം കൂടിയാണ് ഈ കൽപ്പാത്തി രഥോത്സവ കാലം എന്നുള്ളത്. ഇപ്പോൾ അവിടെ പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ട്. മന്ദക്കര മഹാഗണപതി അടുത്തുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി ശിവനെയും പാർവതിയും കണ്ട് തൊഴുത് തിരിച്ചു മടങ്ങിയിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ രഥാരോഹണം ഉണ്ടാകും. രഥാരോഹണത്തിന് ശേഷം ആ തേര് ഈ അഗ്രഹാര വീതിയിലൂടെ എത്തും. ഏകദേശം ഒരു 500 മീറ്ററൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഇന്നത്തെ പ്രയാണം, ഉച്ചവരെയുള്ള പ്രയാണം അവസാനിക്കും. അതിനുശേഷം വൈകിട്ടായിരിക്കും ഉണ്ടാവുക. ഏതായാലും വലിയ ആഘോഷത്തോടു കൂടിയാണ് കൽപ്പാത്തിയിലുള്ളവർ ഈ തേരിനെ വരവേൽക്കുന്നത്. പാലക്കാട് കൽപ്പാത്തിയിൽ നിന്നുള്ള കാഴ്ചകളാണ്, ദൃശ്യങ്ങളാണ്, പ്രതികരണമാണ്. ഇന്ന് 2ാം തേര് ഉത്സവ ദിനമാണ്. മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലുള്ള തേര് ഇന്ന് പ്രദർശനത്തിന് ഇറങ്ങാൻ പോകുന്നു. ഒരു കൂട്ടായ്മയുടെ കാലം കൂടിയാണ് കൽപ്പാത്തി തെരുവുകളിൽ ഈ ഉത്സവ കാലം എന്നത് വളരെ പ്രധാനമാണ്. അവിടെ ആഘോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും കൂടിച്ചേരലിൻ്റെയും കാലമാണ്. ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് മന്ദക്കര ക്ഷേത്രത്തിൽ നിന്ന് ഗണപതിയുടെ തേര് പ്രയാണത്തിനായി ഇറങ്ങാൻ പോകുന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ ആചാരപരമായി അവിടെ നടക്കുകയാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. പക്ഷേ സ്ഥാനാർത്ഥികളെയൊന്നും കൃത്യമായി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് മത്സരത്തിൻ്റെ ഒരു ചൂടിലേക്ക് മുറുകാത്തതുകൊണ്ട് ഇക്കുറി കൽപ്പാത്തി തേരുത്സവത്തിനിടയിൽ അത്രയും തിരഞ്ഞെടുപ്പ് ആവേശമില്ല. പക്ഷേ കഴിഞ്ഞ തേരുത്സവം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ കൂട്ടപ്പൊരുത്തിലായിരുന്നു ഈ കൽപ്പാത്തി തെരുവുകളിൽ നമ്മൾ കണ്ടത്. വലിയ വീറും വാശിയും അവിടെ എത്തുന്നവരിലും രാഷ്ട്രീയമായി പ്രകടമായിരുന്നു. അതിനിടയിലാണ് പേർന്ന പൈതൃകമുള്ള കൽപ്പാത്തിയിലെ തെരുവുകളിൽ ആചാരപരമായി, അതേസമയം തന്നെ വിശ്വാസപരമായി, അതേസമയം തന്നെ ഒരു കൂട്ടായ്മയുടെ വലിയ ഉത്സവമായി കൽപ്പാത്തി തേരുത്സവം നടക്കുന്നത്. ഇക്കുറിയും വലിയ തിരക്ക് ആ വീഥികളിൽ നമുക്ക് കാണാം. ഗോകുൽ VS ആണ് പാലക്കാട്ട് വിവരങ്ങൾ നൽകിയത്.